ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു മിക്സിയിൽ ജാർ എടുത്ത ശേഷം ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾക്ക് ഒരു 2 വറ്റൽമുളക് എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് 2 ടീസ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിയുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരിയും 1 സ്പൂൺ നല്ല മുളക് പൊടി എടുത്താലും മതി, അല്ലെങ്കിൽ 2 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മൾക്ക് മല്ലിപ്പൊടി എടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ എടുക്കണം നമ്മൾക്ക്. ഏലക്ക 3 എണ്ണം. പിന്നെ വേണ്ടത് നമുക്ക് ഗ്രാമ്പൂ ആണ്, 2-3-4 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് പട്ടയും നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ശേഷം നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് വരാം. അടിപൊളി യമ്മിയായ നമ്മൾക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ആസ് യൂഷ്വൽ അടുപ്പ് കത്തിച്ച് കൊടുക്കണമല്ലോ, അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നാടൻ കറികളൊക്കെ വെക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിലല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് കുറച്ച് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, മസാലയുടെ പേസ്റ്റ്, അതതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവർക്ക്, അപ്പോൾ ആ നമ്മൾ മിക്സിയുടെ ജാറിൽ ഉള്ള ആ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം, അത്ര വെള്ളം നമ്മൾ ഒഴിക്കില്ല റോസ്റ്റിന്, അതുകൊണ്ടാണ് ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം. പച്ചമണമെല്ലാം പോയി മസാല അടിപൊളി പെർഫെക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അടിച്ചു വെച്ച് വേണമെങ്കിലും അതൊന്ന് സെറ്റാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് നമ്മൾ അടിച്ചു വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്കായി കിട്ടും. മസാലയുടെ പച്ചമണം പോവാതിരുന്നൊരു മുളകിൻ്റെ ചുവയായിരിക്കും മുന്നിട്ട് നിൽക്കുക, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാലകളുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം നമ്മുടെ കഴുകി എടുത്ത് വെച്ച ചിക്കൻ, നമ്മളൊരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മളിപ്പം അടുപ്പ് വയ്ക്കേണ്ടത്. ഫ്ലെയിം നമ്മൾ കുറച്ച് കൂടി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ടൈമിൽ. ഈസി വേ ആണത്. നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. സാധാ മുളക് പൊടി ഇട്ടും ചെയ്യാം. നല്ല എരിയൊക്കെ കുറച്ച് നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് നല്ല കളറായിട്ട് നല്ല എരിയുള്ള ഇതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടിച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരുവിധം കുക്കായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇടിക്കല്ലിലിട്ട് നമ്മളൊന്ന് ഇടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾക്ക് ഒരു വലിയ സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുത്താൽ നൈസായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സെയിം അളവിൽ നമ്മൾ
കൊത്തി അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്രയും വേണ്ടൂ. നമുക്ക് ഇതിൽ നേരത്തെ ഒരു ഉള്ളിയോ വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് വഴറ്റിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും, അടിപൊളി കോംബോ ആയിരിക്കും. നമുക്ക് ചപ്പാത്തിനേക്കാളും പൊറോട്ടയ്ക്കാണ് ഇവിടെ അടിപൊളിയായിട്ട് പോവുക. ഞാനാണെങ്കിലും കൊള്ളാട്ടോ, ഞാനാണെങ്കിലും നല്ല കോംബോ ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് തക്കാളി, ഇപ്പോൾ നമ്മൾ ചേർത്ത് തക്കാളി, അതുപോലെ തന്നെ വലിയ ഉള്ളി, തക്കാളിയും സവാളയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പില ചേർക്കാൻ ഇഷ്ടമുള്ളവർ ഇപ്പോൾ 2 കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പില ചേർക്കുന്ന നാടൻ കറികൾക്ക് രുചി കൂടുകയുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾക്ക് വയറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. ജോബിനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഫ്രീസറിൽ ചിക്കൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചിക്കൻ റോസ്റ്റാണിത്. യമ്മി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്, ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കാറുന്നുണ്ട്. ഇളക്കി കൊടുക്കണം. ഉണ്ടല്ലേ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ. അതിലുള്ള ചിക്കനിൽ തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കന് നമ്മൾ സവാള, തക്കാളി അതിൻ്റെയൊക്കെ വെള്ളമാണ് വന്നിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമ്മൾ അടച്ച് വയ്ക്കുന്നില്ല കേട്ടോ. കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചു. നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ചിക്കനിലേക്ക് ആക്കിയെടുക്കണം. വെള്ളമൊന്നും പാടില്ല. വെള്ളമൊക്കെ നമ്മുടെ അടിപൊളി എമ്മി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂട് പൊറോട്ട കിട്ടണമെങ്കിൽ അടിച്ച് പൊളിച്ച് നമ്മൾ കഴിച്ചേനെ. അപ്പോൾ അതുപോലെ നമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ്. നമ്മൾക്ക് ചപ്പാത്തിക്കാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് കുശാലായി. അപ്പോൾ എന്താ പറയുക, നല്ല രസമില്ലേ കാണാൻ. അതുപോലെ തന്നെ നല്ല സ്പൈസിയും ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ റെസിപ്പി. നിങ്ങൾക്ക് എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ ഫ്ലെയിം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും അടച്ചു വെക്കാതെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടച്ചു വെക്കരുത്. അടച്ചു വെച്ചാൽ വെള്ളം വറ്റി പോവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളൊരു കാര്യം കൂടെ ചേർക്കും. നമുക്ക് കറിവേപ്പില വിട്ടൊരു കളിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെയും കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. കറിവേപ്പില മരമുള്ളവരാണെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുമ്പോൾ അടിപൊളി മണമായിരിക്കും ഈ നാടൻ കറികൾക്കൊക്കെ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒന്നുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അടുപ്പ് ഓഫാക്കുന്ന പരുവത്തിൽ കഴിഞ്ഞു. ഇതുപോലെ വെള്ളമില്ലാതെ നന്നായിട്ട് പെരളനല്ല റോസ്റ്റ്. സോ അതുപോലെ നമ്മൾ പുരട്ടി എടുക്കണം. നല്ല അടിപൊളി യമ്മി ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. ഇനി ഇതുപോലെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും താങ്ക്സ് ലോട്ട്. ബൈ. ലാസ്റ്റ് നോക്കൂ, അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. കമൻറ്റ് ചെയ്യൂ കേട്ടോ.